മോശയോട് ദൈവം പറഞ്ഞു, ഇത് ദുശാഠ്യമുള്ള ജനമാണ്, ഞാൻ ഇവരുടെ ഇടയിൽ നടക്കത്തില്ല. സ്തോത്രം. മോശ ഉടനെ അങ്ങ് നടക്കത്തില്ലേ, പിന്നെ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞില്ല. മോശ ദൈവത്തിന് മുമ്പിൽ വീണേച്ച് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങ് ഇല്ലാതെ ഈ മരുഭൂമി ജീവിക്കാൻ പറ്റുകയില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ അങ്ങ് വേണം. ഒരു ആമീൻ പറഞ്ഞു തുടങ്ങണം. ഞാനൊരു ദൂത് പറയാം, പ്രാർത്ഥനയ്ക്ക് വാക്കുകളെ വരെ തിരുത്താൻ പറ്റും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നിന്റെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തില്, ഓ ഹല്ലേലൂയ. മോശ ദൈവത്തിന്റെ അടുക്ക കിടക്കുക. ദൈവം പറഞ്ഞു, മോശ എഴുന്നേരെ. ഞാൻ എഴുന്നേക്കത്തില്ല. എഴുന്നേക്കണേ, എനിക്ക് വാക്ക് തരണം, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ. കാരണം ഈ മരുഭൂമി ജീവിക്കാൻ മന്ന കിട്ടിയാ പോരാ, ഇറച്ചി കിട്ടിയാ പോരാ, പഴകാത്ത ഉടുപ്പ് പോരാ, തേയാത്ത ചെരുപ്പ് പോരാ, വീങ്ങാത്ത കാല് പോരാ, നീ വേണം. ഒരാമീൻ പറ. എത്ര പേരിന്ന് പറയും, കർത്താവേ നീ വേണം. 6000 സ്ക്വയർ ഫീറ്റ് വീട് പോരാ, 6 കോടിയുടെ വണ്ടി പോരാ, യെസ്, എനിക്ക് നീ വേണം. കേട്ടോ, നിങ്ങളുടെ ഉള്ളി മനസ്സിലായോ? മന്ന ഇപ്പോഴും പൊടിയുന്നുണ്ട്, കാട ഇപ്പോഴും പറക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മന്നയല്ല വേണ്ടത്, കാടയല്ല വേണ്ടത്, നിന്നെയാ. വല്ല പിടികിട്ടിയോ? കേട്ടോ, ചിലരുടെ അകത്ത് ഈ ദൂത് വെളിപ്പെടുക. ഈ പ്രാർത്ഥനയ്ക്ക് നടുവില് കിട്ടിയ മന്നായ്ക്ക് സ്തോത്രം പറയുന്നത് നിർത്ത്, കിട്ടുന്ന എല്ലാത്തിനും നന്ദി പറയുന്നത് നിർത്ത്. എന്നിട്ട് പറ, ഇത് തന്നവനെ വേണം. കർത്താവേ, നീ ഇല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയില്ല. നിങ്ങൾക്കറിയോ, ദൈവത്തെ വിളിക്കുന്ന ഒരുത്തൻ കവന്ന് കടഞ്ഞാൽ ദൈവത്തിന് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ദൈവം മോശയോട് പറയാ, നീ എഴുന്നേരെ, ഞാൻ വരാം. ഞാൻ മുമ്പേ വരത്തില്ലെന്ന് പറഞ്ഞ ഇതേണ്ടേ, ഒരു രാജാവിനോട് പറഞ്ഞു, ചാകാൻ പോവുക, രാമഞ്ചറെന്ന് പെട്ടി വാങ്ങിച്ചു, നാളെ തന്നെ ഒരു ദിവസം കൂടെ ഉള്ളു തീരാൻ പോവുക. രജിസ്റ്റർ ഓഫീസിൽ പോയി പിള്ളേരുടെ പേരിലെല്ലാം പ്രമാണം ചെയ്തു. അവൻ പോയി ദൈവത്തിന് മുമ്പിൽ നിൽക്കുക, കർത്താവേ കരയുക. പ്രവചിച്ചവൻ കൊട്ടാരത്തിന് നടുമുട്ടത്ത് എന്നവൻ ദൈവം പറയാ, തിരിച്ചു പോ. എവിടെ പോണം? കരയുന്നവൻ്റെ അടുക്ക പോ. അതെന്നാ ദൂത് മാറ്റിപ്പറ. എന്താ പറയണ്ടേ? നിന്റെ ആയുസ്സിനോട് യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി പിടികിട്ടിയോ? ലോർഡ്, ഇത് പല്ലുവേദന മാറ്റുന്ന പ്രാർത്ഥനയല്ല ജീസസ്. ഇത് തലവേദന മാറ്റുന്ന പ്രാർത്ഥനയല്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥനയാണ്.